പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഉലുവ കൊണ്ടുള്ള ഒരു തോരനാണ്. അതും മുളപ്പിച്ച ഉലുവ. ഇത് കണ്ടിരുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മുളപ്പിച്ചുലുവ. ഇതാദ്യം നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ടു, പിറ്റേ ദിവസം വെള്ളത്തിൽ നിന്ന് നമ്മൾ അതിനെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടു. രണ്ടാമത്തെ ദിവസം ഇത്രയും നീളത്തിൽ നമുക്ക് ഉലുവ മുളച്ചത് കിട്ടി. അതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കടുക്, ഇത് ഉപ്പ്, ഇത് ഇന്ദുപ്പാട്ടാ കണ്ടില്ലേ, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് നാളികേരം ഏകദേശം നമ്മുടെ ഉലുവേര അത്രയും നാളികേരത്തിന്. ഉലുവയ്ക്ക് കയ്പുള്ള കാരണം കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്ര തന്നെ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ മുളപ്പിച്ച് കഴിഞ്ഞാൽ സ്വല്പം കയ്പൊക്കെ കുറയും. പിന്നെ അതിനോ കുറച്ച് സബോള, ഒരു മുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇത്രയും സാധനം കൊണ്ടാണ് നമ്മുടെ ഔഷധ ഗുണമുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്നത്. ഉലുവേര കാര്യങ്ങൾ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ അടുക്കളയിൽ ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ഉലുവ. ഉലുവ കൊണ്ടുള്ള ഗുണങ്ങൾ, വളരെയധികം ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഷുഗറിൻ്റെ ലെവലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മലബന്ധമുള്ളവർക്ക് ഇത് അരച്ച് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നീര് വെള്ളം ഉപയോഗിച്ചാലും നമുക്ക് ഈ ഉലുവ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അപ്പം നമുക്ക് സബോളനെ പൊടിയായിട്ട് അരിയാട്ടാ, കണ്ടില്ല ചെയ്യണം. സബോള സ്വല്പം കൂടുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്കത് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. നമ്മുടെ സബോള പൊടിയായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് അതേപോലെ തന്നെ പച്ചമുളക്, ഇത് എരിവുള്ള മുളകാണ്, അതുകൊണ്ട് നമ്മൾ അവനെ നടു കീറിയിട്ട് ചെറിയ ചെറിയ പീസാക്കണം. കണ്ടില്ല, ഇതുപോലെ അരിയാം. അപ്പോൾ നമ്മുടെ മുളക് അരിച്ചിൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അവനെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മൾ ആദ്യം സ്റ്റവ് ഓണാക്കുന്നു. സ്റ്റവ് ഓണാക്കി ഇതിലെ സ്വല്പം വെള്ളമുണ്ട്, ഇത് മൺചട്ടി ആയതുകൊണ്ടേ വെള്ളമുണ്ട്, വെള്ളം വച്ചണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് ആദ്യം പൊട്ടിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് കുറച്ചിട്ടിട്ട് പൊട്ടിക്കാം. കുറച്ചും കൂടി ചൂടാവാണ്ട്. അതിന് കടുക് ഇട്ട വശം പൊട്ടുന്നില്ല കേട്ടോ, പൊട്ടാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് കടുക് പൊട്ടി. ഇനി സവോള ഇടാം. ഇനി നമുക്ക് പച്ചമുളക്, വേപ്പില അതൊക്കെ ഒരുമിച്ചിടാം. ഇനി സ്വല്പം നേരം നമുക്കിതൊന്ന് വഴറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഫുള്ള് നമ്മളൊക്കെ ഇതിങ്ങനെ വല്ലാണ്ട് വഴറ്റുണ്ടാട്ടാ, ഒന്ന് കളറ് മാറിയാൽ മതി. സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം ഇടാം. മഞ്ഞൾപ്പൊടി ഔഷധമാണ്, എന്നാലും അത് ഇടരുത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അവനെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉലുവ മുളപ്പിച്ചത് ഇടാം. ഔഷധമാണിത്. എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരം ഇതിനെ കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ സാധിക്കുമെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ഉലുവ മുളപ്പിച്ചിട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാട്ടാ. ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നു. ഉലുവ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ കൊളസ്ട്രോള് എന്നിവയ്ക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചിലവർക്ക് നെഞ്ചെരിച്ചിലുണ്ടാവും. ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ നെഞ്ചെരിച്ചിൽ, ആ നെഞ്ചെരിച്ചിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവനെ അരച്ചിട്ട് മോര് ചേർത്തിട്ട് നമുക്ക് കഴിച്ചാൽ നെഞ്ചെരിച്ചിൽ കുറയ്ക്കാം. അപ്പോൾ നമ്മളിത് വളരെ ഔഷധ ഗുണമുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഔഷധ ഗുണമുള്ളതാണ്. ചിലവർക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം മാത്രം കുടിക്കുന്നുണ്ട്. എങ്ങനെ കുടിച്ചാലും ഇതിൻ്റെ നീരകത്ത് തന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ ഇന്ദുപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ, അതിൻ്റെ പൊടിയാണിത്. ഉപ്പിട്ടു അങ്ങനെ ഇളക്കി. അപ്പോൾ നമ്മുടെ ഉലുവ വെന്ത് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ വെച്ച നാളികേരം ഇട്ടിട്ട് അവനെ ഒന്ന് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. ഇതിൽ നാളികേരം കൂടുമ്പോൾ നമുക്ക് ആ കയ്പ്പ് കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ കഴിക്കാൻ ചില ബുദ്ധിമുട്ട്. കഴിക്കുന്നവരൊക്കെ ഉണ്ട്. നിത്യം നമ്മൾ ഉലുവ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കറികളിലൂടെ ചെല്ലുന്നുണ്ട്. കൂടാതെ ചിലർ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നീര് കുടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമല്ല, 2
ദിവസം ഇതുപോലെ ഉലുവാത്തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ ഗുണം ശരീരത്തിന് വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ കൊണ്ടുള്ള തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടാ. ഇനി നമ്മളെ പാത്രത്തിലേക്ക് അങ്ങനെ പകർത്തിയിട്ട് ഊണിനോടൊപ്പം നമുക്ക് കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച ഉലുവ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കയ്പില്ല കേട്ടോ ഇത്. അന്ന് നാളികേരം സബോളന്ന് വിട്ട കാരണം ചെറിയൊരു കയ്പ് എന്താ, അത് ഉലുവയാണല്ലോ, ഉലുവയ്ക്ക് കയ്പാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. എന്നാലും അടിപൊളിയായിട്ട് തോരനായിട്ട് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം ഞാൻ പറയാനുള്ളതുണ്ടോ, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടും. ഇതിൽ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.